ഹായ് അസ്സലാമു അലൈക്കും. ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെയുള്ള ബട്ടർ ഫ്രൂട്ട്, വെണ്ണപ്പഴം, അവകാഡോ എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് അത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നും അതിൻ്റെ കൃഷി രീതിയും വളപ്രയോഗവും നല്ല കായ് ഇഷ്ടം പോലെ ഉണ്ടാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള വീഡിയോയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എൻ്റെ ചാനലിൽ മെയിനായിട്ടും കൃഷി സംബന്ധമായ വീഡിയോസ്, അടുക്കളത്തോട്ടം, അതുപോലെ ചെറുതായിട്ട് കുക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ മരം പെട്ടെന്ന് വളരുകയും 3-4 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ്ഫലം തരുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല ലാഭകരമായ ഒരു കൃഷിയാക്കി കൊണ്ടുവരാൻ പറ്റും. മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇതിന് നല്ല ഡിമാൻഡുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കായ്കൾക്കുള്ളും ഡിമാൻഡ്. ഒരു 300-350 ഗ്രാമൊക്കെ വലിപ്പം ഉണ്ടെങ്കിലുള്ളൂ ഇത് മാർക്കറ്റിൽ എടുക്കുകയുള്ളൂ. ചെറുതും എടുക്കും, പക്ഷെ വില കുറവായിരിക്കും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ ബട്ടർ ഫ്രൂട്ട് മരം കേട്ടോ. ഇഷ്ടം പോലെ കായ്കളാണ്. ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്, കുഴപ്പമില്ലാത്ത. ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കായായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ ഇടയിലൊക്കെ ചെറുതുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്നും കുറച്ച് ഹാർവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത്ര കായ് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുഴപ്പമില്ലാതെ അത്യാവശ്യം വലിപ്പമുണ്ട് ഉള്ള കായ് തന്നെയാണ് ഇത്. മൂപ്പ് കുറവുള്ള സമയത്ത് നല്ലൊരു ലൈറ്റ് പച്ച കളറായിരുന്നു. ഇപ്പം കുറച്ച് മൂപ്പായപ്പോൾ ഇതൊരു ചാരത്തിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. ചക്കയും മാങ്ങയൊക്കെ ഉള്ളതുപോലെ തന്നെ ചിലത് നല്ല റൗണ്ട് ഷേപ്പിലുണ്ടാവും, കളറും പല കളറിലും ഉണ്ടാവും. ഇവിടെ ഉള്ളതിപ്പോൾ ഇതുപോലെ ഈ ബൾബിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. പിന്നെ കളർ ഇതുപോലെ, ഇത് പഴുത്താൽ നല്ലൊരു കാപ്പി കളർ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മളിത് ഒന്നിച്ച് ഒരുപാട് പറിച്ച് വെച്ചിട്ട് കാര്യമില്ല. അത് പഴുക്കുമ്പോഴും അതുപോലെ ഒന്നിച്ച് പഴുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറേശ്ശെ പറിക്കണതായിരിക്കും നല്ലത്. പിന്നെ എല്ലാം ഒന്നിച്ച് മൂക്കില്ല. ചിലത് മൂപ്പ് കമ്മിയായിരിക്കും, ചിലത് മൂത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല മൂത്തത് നോക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് പറിച്ചെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, അപ്പോൾ ഇതാണ് എൻ്റെ മരം കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരമാണ്. ഞാൻ ഇപ്പോൾ ടെറസിൻ്റെ മേലെ നിന്നിട്ടാണ് ഇത് വീഡിയോ എടുക്കുന്നത്.
അടിഭാഗമൊന്നും കാണിച്ചിട്ടില്ല, മേൽഭാഗമാണിത്. നല്ല വലുപ്പമുള്ള നല്ല വലിയ മരമാണ്. പിന്നെ ഇത് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടിൻ്റെ വിത്ത് മുളപ്പിച്ച് നട്ട മരമാണ് കേട്ടോ, അല്ലാതെ നമ്മൾ തൈ വാങ്ങി വെച്ചതൊന്നുമല്ല. നല്ല നല്ല രീതിയിൽ തന്നെ ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ തൈ മുളപ്പിക്കുന്നതെന്ന് ഞാൻ പോയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതുപോലെ മുളപ്പിച്ച ഒരു തൈയാണിത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാറ്റി നടന്നൊരു പ്രായമായിട്ടുണ്ട്. നമ്മൾ തൈ മുളപ്പിച്ച് ഒരു 3-4 മാസമൊക്കെ ആകുമ്പോൾ അത് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ മുളപ്പിച്ചതെന്ന് കാണാത്തവർ എൻ്റെ വീഡിയോ കയറി കാണണം. ഇനിയും ഞാനത് കാണിക്കുമ്പോൾ എന്നും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ബോറടിക്കും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ ഇതുപോലെ മുളപ്പിച്ച് ഞാൻ ഒരു 6 മാസം മുൻപേ മാറ്റി നട്ട ചെടിയാണിത് കേട്ടോ, ബട്ടർഫ്രൂട്ടിൻ്റെ. ഇതിപ്പോൾ ഇത്രയും വലുപ്പമായിട്ടുണ്ട്. ഇത് എങ്ങനെ ഞാൻ നട്ടതെന്ന് വെച്ചാൽ, ഞാൻ തികച്ചും ജൈവ രീതിയിലാണ് ഇവിടെ എല്ലാ ചെടികളും നടുന്നത്. കൃഷി അത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ പുറത്തുനിന്ന് വളങ്ങളൊന്നും വാങ്ങിക്കാറില്ല. ഇതിൽ ഞാൻ കിച്ചൺ കമ്പോസ്റ്റ്, ചാരം, അതുപോലെ ചാണകപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് 2 അടി ആഴത്തിൽ വീതിയിലും കുഴിയെടുത്ത് നട്ട ഒരു ചെടിയാണിത്. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇതിനൊരു വളപ്രയോഗം ചെയ്യാം. ഇങ്ങനെ നട്ടാൽ തന്നെ നല്ല വിളവ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ അടിയിലൊക്കെ കുറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, മഴയായതുകൊണ്ടേ പിന്നെ അന്നിങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആ പുല്ലൊക്കെ നമുക്കൊന്ന് ചെത്തി ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഇതിന് വളം ഇട്ട് കൊടുക്കാം. തികച്ചും ജൈവ രീതിയിലാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസിലൊക്കെ ഓരോരുത്തരിങ്ങനെ പറയണ കേൾക്കും, സൂഡോമോണസ്, എപ്സം സാൾട്ട് അതുപോലെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ വാങ്ങാനൊക്കെ പോയി നോക്കി കടയിൽ. പക്ഷേ എനിക്ക് ചോദിച്ചപ്പോൾ അതൊന്നും കിട്ടിയതുമില്ല. പിന്നെ ഞാൻ വിട്ടു. പിന്നെ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല വിളവും എല്ലാത്തിലും പച്ചക്കറിയിലും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാപ്പോൾ അത് വാങ്ങി ഇടുന്നു വിചാരിച്ചിട്ട് ഞാൻ ഇടാറില്ല. എല്ലാം നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന വളങ്ങൾ തന്നെയാണ് എല്ലാ ചെടിക്കും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ എല്ലാം കൊത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെടിയിൽ തട്ടാതെ ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട കറി വെക്കാൻ കൊണ്ടുവരുന്ന മുട്ടൻ്റെ തോട് വെയിലത്ത് വെച്ച് ഉണക്കി ഞാൻ പൊടിച്ച് ഇതുപോലെ ഡപ്പയിലിട്ട് വെക്കും. എന്നിട്ട് ചെടികൾക്ക് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ കുറച്ച് വലിയ ചെടി ആയതുകൊണ്ട് ഒരു 3-4 സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കിച്ചൺ കമ്പോസ്റ്റാണ് കേട്ടോ. ഇത് കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോവും എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് ഇതൊക്കെ നമുക്ക് എത്ര ഇട്ട് കൊടുത്താലും ചെടികൾക്ക് കൂടി പോവില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ പേടിക്കണ്ട, എത്ര വേണമെങ്കിലും ഇടാം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല വിളവും കിട്ടും, നല്ല വളർച്ചയാണ് ചെടികൾക്കൊക്കെ. പിന്നെ തൈ വാങ്ങി നടുകയാണെങ്കിൽ നമ്മൾ 1 വർഷം പ്രായമുള്ള തൈയൊക്കെ വാങ്ങി നടുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ മുളപ്പിച്ച് തന്നെ നടുന്നതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അവകാഡോയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.